അപ്പൊ 170 കോടി നന്മ ലഭിക്കുന്ന ഒരു നല്ല കാര്യം, പൈസ ചെലവൊന്നും ഇല്ലാത്ത ഒരു ദിക്റ. ഞാൻ പറയുന്ന ഒരു ചെറിയ ദുആയ. ഈ ദുആ നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ 170 കോടി നന്മ ഈ ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും കണക്കനുസരിച്ച് അള്ളാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞേരട്ടെ? വേണോ വേണ്ടേ? വേണം. 11 മണി വരെ അവിടെ ഇരിക്കുക. ഏതാണ്ട് കേൾക്കണമെങ്കിൽ 11 മണി വരെ അവിടെ ഇരിക്കുക. 170 കോടി നന്മ ഒറ്റയടിക്കാൻ കിട്ടത്തില്ല. അത് ആദ്യം തന്നെ അങ്ങ് കിട്ടിയാൽ പിന്നെ അതിന് വിലയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അവസാനം വരെ അവിടെ ഇരിക്ക്. ആ റോഡിൽ നിൽക്കുന്ന സഹോദരങ്ങളോട്, ബൈക്കിലിരിക്കുന്ന കാക്കാമാരോട്, സഹോദരങ്ങളെ, ഇരിക്കുന്നത് 1 മിനിറ്റ് ആണെങ്കിലും സ്വർഗത്തിൽ കയറിയിരിക്കും. അത്രേ ഉള്ളൂ. നിനക്ക് പോകേണ്ട സമയത്ത് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോക്കോ. പക്ഷെ ആ ഇരിക്കുന്ന സമയം പുറത്തിരുന്നിട്ട് ഈ സദസ്സിനെ കളിയാക്കിയ പാപം വാങ്ങരുത്. ഇതിനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഒരു സദസ്സ് കണ്ടിട്ട് കയറിയിരിക്കാത്തത്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ സ്വർഗത്തിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. പുറത്ത് നിന്നിട്ട് വെറുതെ പണി ചോദിച്ചു വാങ്ങരുത്. വെറുതെ പണി ചോദിച്ചു വാങ്ങണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും വല്ലാത്ത ഒരു പ്രതിസന്ധി. എന്തെന്നറിയില്ല, ഈ അടുത്ത കാലങ്ങളായി ഏകദേശം ഒരു 2 വർഷക്കാലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം, നമ്മളൊക്കെ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. എന്റെ പ്രിയമുള്ളവരെ, അത് ആകാശത്ത് നിന്നാണെങ്കിലും ഭൂമിയിൽ നിന്നാണെങ്കിലും കരയിൽ നിന്നാണെങ്കിലും കടലിൽ നിന്നാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിപത്തുകൾ നമ്മളെ തേടി ഇങ്ങനെ വരികയാണ്. നമുക്കൊന്നും സുനാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്കറിയില്ല. വെള്ളപ്പൊക്കം എന്താണെന്ന് നമുക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഇതൊക്കെ എന്താണെന്ന് പോലും നമ്മൾ ആരും കണ്ടിട്ടില്ല, നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയ 114 അധ്യായങ്ങൾ. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അവരുടെ സമുദായത്തിനെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത് എന്ന് ഖുർആൻ പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ അതാ തന്റെ വീടിന്റെ അകത്ത് ഭക്ഷണമുണ്ടാക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന അടുപ്പിന്റെ അകത്ത് നിന്ന് പോലും വെള്ളം ഇങ്ങനെ വന്ന് ഒരു സമൂഹത്തെ മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രത്തിന്റെ അവസാനം നമ്മളോട് പറയുന്നത്, ഖുർആനിലെ ഏകദേശമുള്ള ഏത് ചരിത്രം എടുത്തു നോക്കിയാലും, അള്ളാഹു അദാബുകൾ കൊടുത്ത ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ഇതെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. മനുഷ്യ, നീ എന്തേ ചിന്തിക്കാത്തത്? ഈ ചരിത്രമൊന്നും അള്ളാഹു വെറുതെ എഴുതി വെച്ചതല്ല. ഇത് നിനക്കിതിനകത്തൊരു പാഠമുണ്ടടാ, നീ പഠിക്കടാ, നീ നന്നാകടാ, നീ നേരെയാകടാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഈ ചരിത്രങ്ങൾ മുഴുവനും ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിതെങ്ങനെ കേൾക്കുന്നുണ്ട്, ഉസ്താദന്മാര് പറയുന്നു, ഇതൊക്കെ ഇങ്ങനെ മനോഹരമായിരുന്ന് കേട്ട് ചിരിച്ചു പോകുന്നു, ഇത്ര തന്നെ, ആരും പാഠം ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ അദാബുകൾ വരാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അള്ളാഹുവെ പടച്ചവന് സുനാമി അടിച്ചു, ലക്ഷങ്ങൾ മരണപ്പെട്ടു. വെള്ളപ്പൊക്കമുണ്ടായി, ഒരുപാട് പേര് മരണപ്പെട്ടു. കൊടുങ്കാറ്റ്, കത്രീന, ഇങ്ങനെയൊക്കെ ഓരോന്നിന്റെ പേരെങ്ങനെ, എല്ലാത്തിനും പേരാപ്പ, ഓരോ കാറ്റുകൾക്കും പേര്. എന്റെ പ്രിയമുള്ള ഇങ്ങനെ ഓരോ വിപത്തുകൾ അള്ളാഹു ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് നമ്മൾ ആരും പഠിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ മഹാരാജ്യത്തേക്ക് കൊണ്ടുവന്നു ഈ അദാബുകളൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമി കുലുക്കവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ അല്ലാഹു കൊണ്ടുവന്ന് കാണിച്ചു തന്നു. നീ പാഠം ഉൾക്കൊള്ളടാ, നമ്മൾ ആരും പഠിച്ചില്ല.
അത് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷത്തെ വലിയ പെരുന്നാളിന്റെ ദിനരാത്രങ്ങളിൽ അല്ലാഹു പടച്ചവൻ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയും അതുപോലെ തന്നെ വയനാടും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വെള്ളപ്പൊക്കം. പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് മയ്യത്തുകൾ ഒഴുകി നടക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വലിയ ദുരന്തം അല്ലാഹു നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തന്നു. പഠിക്കടാ, പക്ഷേ നമ്മൾ പഠിച്ചില്ല. അടുത്ത വർഷം കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം അല്ലാഹു മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. വയനാടും നിലമ്പൂരും എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളിലും, കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിലൊക്കെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു ഈ ദുരന്തങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. പഠിക്കടാ, ഇനിയും നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറും പ്രകൃതിയുടെ ദുരന്തമെന്ന് പറഞ്ഞ് വെറും പറഞ്ഞു കളയാനുള്ള ഒരു കാര്യമല്ല. കാരണം പ്രകൃതി ഒരിക്കലും ശോഭിക്കാറില്ല. പ്രകൃതി ദുരന്തം എന്ന് പറയും, പ്രകൃതി ശോഭമെന്ന് പറയും. പക്ഷെ ഒരിക്കലും പ്രകൃതി ശോഭിക്കാറില്ല. കാരണം പ്രകൃതി സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. കടലിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാ, മഴയെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാ, കാറ്റിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാ. ഈ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ അല്ലാഹു മലകൾ വെച്ചിട്ടുണ്ട്, തൂണുപോലെ, ആകാശത്തിന്റെ തൂണുപോലെ. അതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാ. സ്വന്തം ഒന്നും സ്വന്തമായിട്ട് പ്രവർത്തിക്കാറില്ല. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, പ്രകൃതിയല്ല ശോഭിച്ചിരിക്കുന്നത്, അല്ലാഹുവാണ് ശോഭിച്ചിരിക്കുന്നത്. അല്ലാഹു പാഠം പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ കാരണങ്ങൾ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അദാബുകൾ, റമദാനാണെങ്കിലും അറഫാ ദിവസമാണെങ്കിലും പെരുന്നാളിന്റെ അന്നാണെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിന്റെ കാരണം? എന്തെല്ലാം മാരക രോഗങ്ങൾ! പടച്ചവനെ, അല്ലാഹുവേ, നമുക്കൊന്ന് കഴിക്കാൻ കഴിയുന്നില്ല. ഈച്ചകൾ, കൊതുവുകൾ ഇങ്ങനെ പരത്തുന്നു, പല രോഗങ്ങൾ. അല്ലാഹുവേ, സ്വന്തം പിതാവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുമ്പോ ഒരു പിടി മണ്ണ് വാരിയിടാൻ കഴിയാതെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മകന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ കാരണം? നമുക്കൊന്ന് പഠിക്കാം, നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഈ ശോഭങ്ങൾക്കുള്ള കാരണം? എന്താണ് ഈ അദാബുകളും ഈ ദുരന്തങ്ങളും നമ്മുടെ നാടുകളെ തേടിയിട്ട് ഇങ്ങനെ വരാറുള്ള കാരണം? എന്താണ്? ആ കാരണങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, ഇതിന്റെ കാരണങ്ങൾ എന്തെന്നറിയുമോ? ഈ ഭൂമിയിൽ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ, ഒരു നാടുകളിൽ അല്ലാഹുവിന്റെ വിപത്തുകൾ ഇങ്ങനെ ഉണ്ടാകാൻ ഉള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹൽ അർബഉ. അല്ലാഹുവേ അവിടെന്ന് പറയുകയാണ്, കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹൽ അർബഉ ഫഅഹ്ലുഹാ മഅസൂമൂന മിനൽ ബലാ. അവിടെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഹദീസുകളെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞു തരികയാ, ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? 4 കാര്യങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ, 4 വിഭാഗം ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകുമെന്നാണ്, അവിടെ മുസീബത്തുകൾ ഉണ്ടാകുമെന്നാണ്. 4 വിഭാഗം ആൾക്കാരെ ഇന്ന് പടച്ചവനെ ഒരു സ്ഥലങ്ങളിലും കാണാനില്ല. ഈ ഭൂമി മുഴുവനും തെരഞ്ഞു നോക്കിയാൽ 4 വിഭാഗം ആൾക്കാരെന്ന് കാണാക്കനിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പടച്ചവനെ പറക്കിയെടുക്കാൻ കഴിയുന്ന തുച്ഛമായ ആൾക്കാർ മാത്രം. അവർക്കും പല പരിമിതികളുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ 4 വിഭാഗം ഒരു നാട്ടിലില്ലാതെ വന്നോ ആ നാടുകളിൽ ദുരന്തം കടന്നു വരുമെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗമാരാണ് ദുരന്തം വലിച്ചു കൊണ്ടുവരുന്ന 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഒരു ഭരണാധികാരി. നീതിമാന്മാരായ ഭരണാധികാരികൾ ഒരു നാട്ടിലില്ലാതെ വന്നാൽ ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബുകൾ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നീതിമാനായ ഭരണാധികാരികളെ കാണാറില്ലാത്ത കാലമാ. ഈ ലോകം മുഴുവനും ഞാനും നിങ്ങളും ഒന്ന് തെരഞ്ഞു നോക്കൂ. ഈ പ്രപഞ്ചം മുഴുവനും ഞാനും നിങ്ങളും ഒന്ന് തെരഞ്ഞു നോക്കൂ. എവിടെയാണ് പടച്ചവര് നീതിമാനായ ഒരു ഭരണാധികാരിയെ കാണാൻ കഴിയുന്നത്? നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് അല്ലാഹുവേ നമ്മുടെ മുന്നിൽ പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന ഒരു നീതിമാനായ ഭരണാധികാരിയുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പേരുണ്ട്. ആരുടെ പേരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഖത്താബിന്റെ മകനായ ഉമറിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഈ ലോകം മുഴുവനും ഞാനും നിങ്ങളും തെരഞ്ഞു നോക്കിയാൽ അതുപോലെ നീതിമാനായ ഒരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതെല്ലാവരും അംഗീകരിക്കും ഭരണാധികാരിയാ. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ആ ഉമറിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് വായിച്ചു പഠിച്ചത് കൊണ്ടാണ് രാഷ്ട്രപിതാവ് പോലും പറഞ്ഞതെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നീതിമാനായ ഭരണാധികാരികൾ കാണാകെണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലപാട് ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അല്ലാഹുവേ പടച്ചവനെ അവർക്കും ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടാകുമ്പോ ലോകത്തിന്റെ കാര്യം എങ്ങനെ പോകട്ടെ? ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യമുണ്ടല്ലോ, നമ്മളൊക്കെ നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രാജ്യത്ത് നടക്കുന്ന ഭരണങ്ങളെ കുറിച്ച് അല്ലാഹുവേ ഇന്നൊരു ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ പറയാ മറുപടിയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എത്ര തലകുത്തി കിടന്നു വാഴ് പറഞ്ഞിട്ടും എന്തെല്ലാം ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു ഫായിദയില്ലാത്തത് കൊണ്ട്, ഒരു നേട്ടമില്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇനി ആകെയുള്ള ഒരേ ഒരു സഹായം എന്തെന്നറിയുമോ? ഇനി ആകെയുള്ള ഒരേ ഒരു വഴി എന്തെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ സഹായമാ. അല്ലാഹുവിന്റെ സഹായമല്ലാതെ മുസ്ലിമേ നിനക്ക് രക്ഷപ്പെടാൻ വേറെ ഒന്നുമില്ല. അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഈ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് പോലും ഒരു നീതിമാനായ ഭരണാധികാരിയെ കാണാതെ വരുമ്പോ എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? എന്തിനാ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, ഒരു മുസ്ലിമിന്റെ കാര്യങ്ങൾ മുഴുവനും, ഒരു നാടിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അല്ലാഹുവിന്റെ പള്ളികള്, അല്ലാഹുവിന്റെ ഭവനങ്ങള്. ആ പള്ളിക്കകത്ത് പോലും നീതി നടക്കാത്ത കാലമാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതി നടക്കുന്നുണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യരോടും ഞാൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇന്ന് നീതി നടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, പള്ളിയുടെ പരിപാലനമെന്നാട് അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയം സൗദി അറേബ്യയുടെ രാജാവിന്റെ പേരെടുത്ത് നോക്ക്. ആ മനുഷ്യന്റെ പേരിന്റെ താഴെ എഴുതി വെക്കും ഖാദിമുൽ കഅബൈൻ. കഅബാലയത്തിന്റെ സേവകൻ എന്ന പേരെഴുതി വെക്കുന്നത്. പക്ഷേ ഇന്നിവിടത്തെ പള്ളിയിലേക്ക് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹുവേ ഇന്ന് ഭരണമാണല്ലോ, പരിപാലനം മാറിയല്ലോ, ഇന്ന് പള്ളി ഭരണമായി മാറിയല്ലോ. പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെയാകാം. സുബ്ഹാനല്ലാഹ്, വഖഫ് സ്വത്തെടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലമാ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ പള്ളിയുടെ അധികാരം പിടിച്ചു പറ്റാൻ പടച്ചവരെ വളഞ്ഞ വഴിയിലൂടെ വീടുകൾ തോറും കേറിയിറങ്ങി പരസ്യം നടത്തി വോട്ട് തെണ്ടിയിട്ട് വോട്ട് വാങ്ങിച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ അധികാരം അതിന് ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നോട്ടീസ് അടിച്ചിറക്കുന്നവരുണ്ട്, അല്ലാഹുവേ കള്ളു വാങ്ങിക്കൊടുക്കുന്നവരുണ്ട്, പൈസ കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്നവരുണ്ട്. എന്തിനാ അല്ലാഹുവിന്റെ പള്ളിയുടെ
പള്ളിയുടെ അധികാരം കിട്ടാ, അവസാനം പള്ളിയുടെ സെക്രട്ടറി ആകാ, പ്രസിഡന്റ് ആകാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്ന് പരസ്പരം വെട്ടിക്കീറുന്ന കാലവാ, തമ്മിലടിക്കുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങല്ലേ, ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങല്ലേ. അധികാരമെന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല, നിന്നെ തേടി വരാനുള്ളതാ. അധികാരം നിന്നെ തേടി വരാനുള്ളതാ. ചോദിച്ചു വാങ്ങിയാൽ ഈ ദുനിയാവിൽ നിനക്ക് അല്ലാഹു 3 ശിക്ഷ തരും സഹോദരാ. ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്. അധികാരം ചോദിച്ചു വാങ്ങിയാൽ 3 ശിക്ഷ, അധികാരം നിന്നെ തേടി വന്നാൽ 3 പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് പോലും പള്ളി പരിപാലനമല്ല, ഭരണം അങ്ങനായി. ഇന്ന് ഇലക്ഷനാ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിന് സമ്മതിക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിന്? പണ്ടൊക്കെ നാട്ടുകാർ മുഴുവനെ ചേർന്നിട്ട് നാട്ടിലെ ചില കാരണവന്മാരായ ഹാജിയാക്കന്മാരുടെ മുന്നിൽ ചെന്നിട്ട് പറയും, പാ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. ഞാനാകൂല, എനിക്ക് വയ്യ. ഇന്നോ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് ഇന്ന 2000 വോട്ടുതാ. എന്തിന്? പള്ളിയുടെ അധികാരം പിടിക്കണം. എന്താപ്പാ? അള്ളാന്റെ പള്ളിയുടെ സ്ഥാനത്തിന് വേണ്ടി പള്ളിക്കകത്ത് കിടന്ന് തമ്മിലടി. ഈ പ്രസിഡന്റിനും സെക്രട്ടറിക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ. പിന്നെന്താന്നറിയില്ല ഇതിനകത്ത് ഇത്ര എന്താന്നറിയില്ല. പൈസയൊന്നുമില്ല. ഒരു പള്ളിയിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കാശൊന്നുമില്ല, ശമ്പളമൊന്നുമില്ല. പിന്നെന്തേപ്പാ? അധികാരം പിടിച്ചു പറ്റണം. എന്റെ പ്രിയമുള്ളവരെ, ജമാഅത്ത് പ്രസിഡന്റ്, ജമാഅത്ത് സെക്രട്ടറി, ആ ഒരു പേരിന് വേണ്ടി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അവന്റെ കുടുംബക്കാർക്ക് പ്രത്യേക പരിഗണന, ശത്രുക്കൾക്ക് മറ്റൊരു പരിഗണന. നീതി പള്ളിക്കകത്ത് നടക്കുന്നില്ല, പോകട്ടെ. അത് പറഞ്ഞിട്ട് ഞാൻ സമയം കളയണില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്തിനാണ് ലോകത്തിന്റെ കാര്യം പറയുന്നത്, രാജ്യത്തിന്റെ കാര്യം പറയുന്നത്, പള്ളിയുടെ കാര്യം പറയുന്നത്? ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഒരു ഭരണാധികാരിയാ. നിങ്ങൾ ഭരണം നടത്തുന്നത് എവിടെയാണ്? നിങ്ങൾ എവിടത്തെ ഭരണാധികാരിയാണ്? ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു വാർഡിന്റെ ഭരണാധികാരിയല്ല. നീ ഭരണം നടത്തുന്ന സ്ഥലമേതെന്നറിയുമോ? അത് നിന്റെ വീടാ. നീ വീട്ടിലെ ഭരണാധികാരിയാണ്. ആരെയോടാണ് ഭരണം നടത്തേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു? സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരികയാ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരമാനത്താ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. ഇതിനെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നാളെ പടച്ചവൻ നിങ്ങളോട് ചോദിക്കും, എന്നോട് ചോദിക്കും, പള്ളിയിലെ ഇമാമിനോട് ചോദിക്കും, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആണിനോടും അല്ലാഹു നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് മുത്തുനബി പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാര്, നീ ഒരു നീതിമാനായ ഭരണാധികാരിയാണോ? നീ ഒരു നീതിമാനാണോ? എല്ലാവരും, എന്റെ പ്രിയമുള്ളവര്, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നാ. ഇതാരെങ്കിലും ചെയ്താൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നാണ്. ഏത് ദുആയാണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്നാണ്. എന്തേ ദുആ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്ത്? അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ എനിക്ക് തരണേ തമ്പുരാന്. എനിക്കൊരു നല്ല ഭാര്യയെ തരണേ തമ്പുരാന്. എനിക്ക് നല്ല മക്കള്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കണ്ണിന്
കൽബിന് കുളിർമയുള്ള സാലിഹായ മക്കളെ എനിക്ക് തരണേ അല്ലാ. മൂന്നാമത് പറയുന്നത് എന്തെന്നറിയോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കണം, മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണം. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു പിതാവാക്കി എന്നെ നീ മാറ്റണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി പറയുമ്പോ, അങ്ങനെ ഒരു യോഗ്യത ഈ സദസ്സിലിരിക്കുന്ന ഏത് വാപ്പയ്ക്കാവുള്ളത്? നിങ്ങളിൽ ആർക്കാവുള്ളത്? അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, അതാ സ്വഹാബികൾ മുഴുവനും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ കടന്നു ചെന്നു. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങൾ വീടിന്റെ അകത്തിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, കേറി വീടിന്റെ അകത്തിരിക്ക് സഹാബാ. ഇബ്നു മസ്ഊദ് തങ്ങൾ അനുവാദം കൊടുത്തു. പക്ഷേ സഹാബികൾ കേറുന്നില്ല. എല്ലാവരും വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞിട്ടും കേറാതെ വന്നപ്പോ വീട്ടിലെ ഹാദിമായ പെണ്ണുണ്ടല്ലോ, ഫഖറജത്തിൽ ജാരിയ, വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് ചോദിക്കുകയാ, എന്തേ നിങ്ങൾ കേറിയിരിക്കാത്തത്? എന്തേ നിങ്ങൾ കേറിയിരിക്കാത്തത്? കേറിയിരിക്കാൻ യജമാനൻ നിങ്ങൾക്ക് അനുവാദം തന്നല്ലോ, സഹാബത്ത് കേറുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, സഹാബാ, എന്തേ നിങ്ങൾ വീടിന്റെ അകത്ത് കേറാത്തത്? എന്തേ നിങ്ങൾ കേറിയിരിക്കാത്തത്? അവിടെന്ന് സഹാബത്ത് പറയുന്നു, ഇബ്നു മസ്ഊദ് തങ്ങളെ, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞ സമയമാണല്ലോ. ഞങ്ങൾ വീടിന്റെ അകത്ത് കേറിയാൽ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന അങ്ങയുടെ മക്കളുണ്ടല്ലോ, അങ്ങയുടെ മക്കളുണ്ടല്ലോ, അവര് സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, അവർ ഈ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ കേറിയാൽ അവർക്കതൊരു പ്രയാസമാകുമല്ലോ തങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ വീടിന്റെ അകത്ത് കേറാഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ എന്നെ കുറിച്ച് എന്തേ കരുതിയത്? ഞാൻ എന്തേ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണോ? അല്ലാഹുവേ, കരഞ്ഞുകൊണ്ട് പറയുന്നു, സ്വഹാബാ, മരിക്കുന്ന കാലം വരെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലോ എന്റെ ഭാര്യയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും സഹാബാ. അല്ലാതെ എന്റെ മക്കള് നമസ്കരിക്കാതെ കിടക്കാറില്ല. ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയല്ല. ഇബ്നു മസ്ഊദ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പ, നിനക്കത് പറയാനുള്ള അർഹതയുണ്ടോ? ബക്കറ്റ് എടുക്കാൻ സമയമായി. കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? മതി, നിങ്ങൾ കയറി വാ. അൽഹംദുലില്ലാഹ്, കാരണം എന്താ പറയുക, ഇപ്പൊ ചിലപ്പോൾ എഴുന്നിട്ട് ബുക്കളയും കേട്ടാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സാധുവിന് ആഫിയത്തും ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, നിങ്ങൾ എന്ത് വിചാരിച്ച ഞാൻ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വാപ്പ? എന്റെ വീടിന്റെ അകത്ത് സുബഹി നിസ്കരിക്കാതെ മക്കൾ കടന്നുറങ്ങും, ഞാൻ അത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണല്ല. എപ്പോ വേണമെങ്കിലും കയറി വരാം. ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ പെണ്ണും പിള്ളയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും, ധൈര്യമായിട്ട് കയറി വരാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇരിക്കണ ഓരോ വാപ്പയോട് ഞാൻ ചോദിക്കാം, ഇത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരാണെന്നൊന്നും ഞാൻ പറയണില്ല, നിങ്ങളൊക്കെ നല്ലവരാ. പക്ഷെ പെണ്ണുമ്പിള്ള നിസ്കരിക്കാറുണ്ടോ? പെണ്ണുമ്പിള്ള നിസ്കരിക്കാറുണ്ടോ? മക്കള് നിസ്കരിക്കാറുണ്ടോ? വാപ്പ, നീ സുബഹിക്ക് ഇവിടുത്തെ പള്ളി വരുന്ന വാപ്പയല്ലേ? നീ തഹജ്ജുദ് നിസ്കരിക്കണ ഉമ്മയല്ലേ? ഉമ്മ, നിന്റെ പെണ്ണുമക്കൾ നിസ്കരിക്കാറുണ്ടോ? ആ മക്കള് നിസ്കരിക്കാറുണ്ടോ? നിന്റെ ഭർത്താവ് നിസ്കരിക്കാറുണ്ടോ? ഇല്ല സഹോദരങ്ങളെ. എന്തേ? ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ?
എന്റെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിന്റെ ദീൻ പഠിപ്പിക്കുന്നതെന്ത്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഇത് വെറുതെ പഠിച്ചല്ലോ മദ്രസയിൽ, 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? ഒന്നുറക്കെ പറഞ്ഞേ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം അല്ലേ? എന്ത് ചെയ്യണ്ടേ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. ഇതല്ലേ നിന്റെ ദീൻ പഠിപ്പിച്ചേ? എന്നാ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരു വാപ്പയുണ്ടെങ്കിൽ കൈവക്കിക്ക്. പൊക്കുപ്പ ആരെങ്കിലും ആരെങ്കിലും ഒരു 5 പേരുണ്ട്. അള്ളാഹു ഈ 5 വാപ്പമാർക്കും സ്വർഗം കൊടുക്കുമാറാകട്ടെ. മക്കളെ തല്ലിയ ഉമ്മ ഉണ്ട്, കൈവക്കിക്കെ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഉമ്മാനെ മക്കള് തല്ലേണ്ട കാലമാണ്. അതാവസ്ഥ. ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ ആരെ തല്ലണം? ഉമ്മാനെ മക്കള് തല്ലണോ? മക്കളെ ഉമ്മ തല്ലണോ? ഭർത്താവിനെ ഭാര്യ തല്ലണോ? ഭാര്യ ഭർത്താവ് തല്ലണോ? അവിടെ അർഹതയില്ലാതിരിക്കുക. എല്ലാ സവാവിനെല്ലാം ഉറക്കം, ഭാര്യയ്ക്കും ഭർത്താവ് എല്ലാം ഉറക്കം. പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, അവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടല്ലോ, എന്തിനു ചെയ്യാത്തെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ടാണല്ലോ മുത്തുനബി പറഞ്ഞത്, ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും സ്വർഗമുണ്ട്, മത്സരിക്കണം. ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് സ്വർഗമുണ്ട്, മത്സരിക്കണം. എപ്പോഴാ മത്സരിക്കണ്ടേ? രാവിലെ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു. നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റു, ഒന്നീ ഭാര്യ എഴുന്നേറ്റു അല്ലെങ്കിൽ ഭർത്താവ് എഴുന്നേറ്റു. ചാരത്ത് കിടക്കുന്ന വിളിച്ചു, എഴുന്നേക്ക്. ബാത്റൂമിൽ പോയി മിസ്വാക്ക് ചെയ്തു, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു. നീ ഒതുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യ കിടന്നുറങ്ങുകയാ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് കിടന്നുറങ്ങുകയാ. ആ ഉറങ്ങുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് കയ്യിലും ശരീരത്തിലും ഇരിക്കുന്ന വെള്ളത്തുള്ളി ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടഞ്ഞു, ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞു. എഴുന്നേക്ക്, നിസ്കരിക്ക് എന്ന് വിളിച്ചുണർത്തിയ അള്ളാഹ് നിനക്കൊക്കെ സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അർഹതയില്ലാത്ത കാലമാണ്. അപാലിൽ മുത്തഖീന ഇമാമാ, നീയല്ലേ ഇവർക്ക് ഇമാമത്ത് നിൽക്കേണ്ടത്, നീയല്ലേ ഇവർക്ക് മാതൃകയാകേണ്ടത്. നിന്നെ കണ്ടല്ലേ നിന്റെ ഭാര്യ പഠിക്കുന്നത്, നിന്നെ കണ്ടല്ലേ പെണ്ണെ നിന്റെ മക്കള് പഠിക്കുന്നത്. അതുകൊണ്ട് നീ നീതിമാനാകൂ, നീ നീതിമാനാകൂ. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, ഇന്ന് പലരും പറയുന്ന കാര്യം എന്തേ? ഉസ്താദേ, പ്രായപൂർത്തിയായല്ലോ, മക്കളെല്ലാവരും വളർന്നല്ലോ, മക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, മക്കളെ കെട്ടിച്ച് വിട്ടാൽ ബാധ്യത തീർന്നെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ വിവാഹം കഴിഞ്ഞ് അലിയാർ തങ്ങളുടെ മണിയറക്കകത്ത് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട പൊന്നുമോട് കിടക്കുമ്പോ, തന്റെ ഭർത്താവിന്റെ കൂടെ മണിയറക്കകത്ത് കിടക്കുമ്പോ, വാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിന്റെ സമയമായ കെട്ടിച്ച വിട്ട മകളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് വിളിക്കുന്നു, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പാ, നീ എന്തേ ചിന്തിക്കാത്തത്? നീ എന്തേ അതിന് തയ്യാറാകാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, നിങ്ങളെ മക്കളെ ഉപദേശിക്കണേ, നിങ്ങള് മക്കളെ ഉപദേശിക്കണേ. ഉപദേശിക്കാൻ ഏറ്റവും അർഹം നീയല്ലേ വാപ്പാ. പള്ളിയിലെ ഉസ്താദന്മാര് മാത്രമല്ല, സ്കൂളിലെ ടീച്ചർമാര് മാത്രമല്ല, ഏതെങ്കിലും വഅദിന്റെ സദസ്സിൽ വരുന്ന ഉസ്താദന്മാര് മാത്രമല്ല, നിനക്കും ബാധ്യതയുണ്ട് നിന്റെ മക്കളെ ഉപദേശിക്കാൻ. ഏറ്റവും അർഹം നീയാണ്, ഏറ്റവും യോഗ്യൻ നീയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിന്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കണേ. എന്താണ് ഉപദേശം കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ഉപദേശം കൊടുക്കേണ്ടത്? അല്ലാഹുവേ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി ഒരു ദിവസം തന്റെ മകനെ അടുത്തേക്ക് വിളിക്കുകയാ, യാ ബുനയ്യ, വാപ്പാടെ പൊന്നുമോനെ,
വാടാ പൊന്നുമോനെ. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയുന്നു, മോനെ വാപ്പ നിന്നെ ഉപദേശിക്കാൻ പോവുകയാണ്, വാപ്പ നിന്നെ ഉപദേശിക്കാൻ പോവുകയാണ്. എന്നെക്കാളും അർഹതയുള്ള ഒരാളും ഈ ലോകത്തില്ല. നിന്നെ ഉപദേശിക്കാൻ ഏറ്റവും വലിയ യോഗ്യന വാപ്പയായ ഞാൻ തന്നെയാ. തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു 3 ഉപദേശമാണ് പറഞ്ഞു കൊടുത്തത്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ ഇതുപോലെ ഒരു ഉപദേശം തന്റെ പൊന്നുമകന് കൊടുത്തിട്ടുണ്ടോ? തന്റെ പൊന്നാര മകൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്, ഇങ്ങനെയാണ് ഉപദേശം കൊടുക്കേണ്ടത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്താ? ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിൻ വുളൂഖാ. തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഒളിവെടുക്കണേ. ഒരു വാപ്പ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം അംബാനിയാകണമെന്നല്ല, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ ഒളിവെടുത്താൽ നേരെ ചൊവ്വ ഒളിവെടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അത്ഭുതം തോന്നുന്നു, ഇതിനകത്ത് ഇത്ര പ്രത്യേകിച്ച് എന്താ? ഇതാണോ ഉപദേശം ഉസ്താദ്? ഒരു മകന് കൊടുക്കണ ഉപദേശം, മോനെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നേരെ ചൊവ്വ ഒളിവെടുക്കണം. ഇതാ ഉപദേശം. ഇത്ര വലിയ ആനക്കാരി ഇല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് അതിന്റെ വില അറിയാനിട്ട് അങ്ങനെ ചിന്തിക്കണേ. ഈ ഒളിവെടുക്കുന്നതിനെ കുറിച്ച് നിനക്ക് അറിയാനിട്ട് എന്താ അറിയാ? ഈ ഒളിവിന് ഇത്ര മഹത്വം എന്താ? ഒരു വാപ്പ തന്റെ പൊന്നുമകനോട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാറുള്ള കാരണം എന്താ? എന്റെ പ്രിയമുള്ള സഹോദരാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ ഒളിവെടുക്കുന്നത് എന്തിനാണെന്നറിയോ? 50 വർഷം കൊണ്ട് ഒളിവെടുക്കുന്ന വാപ്പ, 40 കൊല്ലം കൊണ്ട് ഒളിവെടുക്കുന്ന പെങ്ങള്, ഓർമ്മ വെച്ച കാലം മുതൽ ഒളിവെടുക്കുന്ന മുസ്ലിമേ, നിനക്കറിയുമോ എന്തിനാ നീ ഒളിവെടുക്കുന്നത്? എന്തിനാ നീ ഒളിവെടുക്കുന്നത്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, മോനെ ഒളിവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ. നീ ഒളിവെടുക്കുന്നത് അല്ലാഹുവിനെ കാണാനാ. അതുകൊണ്ട് ഓർമ്മ വേണമടാ പൊന്നുമോര്. നീ ഒളിവെടുക്കുന്ന സമയത്ത് നിനക്കത് നല്ലതുപോലെ ഓർമ്മയുണ്ടാകണം. നീ ഒളിവെടുക്കുന്നത് പടച്ചറപ്പിനെ കാണാനാ. ഇത് കളിയല്ലടാ. ഈ ഒളിവെടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ മോനെ? എന്റെ പ്രിയമുള്ളവര്, ജീവിതത്തിൽ ഒരുപാട് പാവം ചെയ്തവരാ ഞാനും നിങ്ങളും. ഉസ്താദേ, എവിടെ കൊണ്ട് കഴുകിക്കളയാനാണ്? ഒരുപാട് പാവങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. പാവം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ടല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തു, പൊന്നുമോനെ നല്ലതുപോലെ ഒളിവെടുത്താൽ, നല്ലതുപോലെ മുത്തുനബി കാണിച്ചു തന്നതുപോലെ എന്റെ പൊന്നുമകൻ ഒളിവെടുത്തു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും മോനെ. കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, കാലുകൊണ്ട് നടന്ന പാപമുണ്ടല്ലോ. ഒളിവെടുത്ത് കഴിഞ്ഞാൽ അല്ലാഹു പുറത്തു തരും മോനെ. ഒളിവെടുത്ത് കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അല്ലാഹു നിന്നെ ശുദ്ധമാക്കും മോനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട്, അല്ലാഹുവേ ഒരു കുഞ്ഞിനെ പോലെയാ മോനെ നീ കടന്നു പോകേണ്ടത്. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഒളിവെടുക്കണേ. ചെറുപ്പക്കാരാ, കളിക്കില്ലേടാ പൊന്നുമോന്.
ഹൗദിന്റെ കരയിൽ പോയി കൈകാലിട്ട് ആർത്തിയോടെ മുക്കിയിട്ട് ഓടുന്ന നിനക്കത് തിരിയൂല, നിനക്കതിന്റെ മഹത്വമറിയില്ല. എന്റെ ചെറുപ്പക്കാരാ, നല്ലതുപോലെ ഒതുവെടുക്കാതെ നീ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അല്ലാഹുവെ കളിയാക്കിയ ഒന്നുമില്ലാതെ നല്ലതുപോലെ ഒതുവെടുക്കാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്നിട്ട് നീ അല്ലാഹുവെ കളിയാക്കല്ലേടാ. അങ്ങനെ കളിയാക്കിയ അല്ലാഹു നിന്നെയും കളിയാക്കും മോനെ. നിന്നെയും അല്ലാഹു കളിയാക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ നിന്നെ കളിയാക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കുടുംബക്കാരും നിന്റെ ഭാര്യ മക്കളും എല്ലാവരും നിന്റെ ചാരത്ത് വന്നിട്ട് വലത്തെ ചെവിയിൽ പറഞ്ഞു തരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊന്ന് പറയുവോ? ഇത് പറഞ്ഞാ സ്വർഗമാമോന്, ഇത് പറഞ്ഞാ നിനക്ക് അല്ലാഹു സ്വർഗം തരുമ്പോര്. എല്ലാവരും മരിക്കാൻ കിടക്കുന്ന നിന്റെ ചാരത്ത് വന്നിത് പറഞ്ഞു തരുമ്പോ അല്ലാഹുവേ ഇത് പറഞ്ഞാ സ്വർഗം കിട്ടുമെന്ന ആഗ്രഹത്തോട് നീ പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ലടാ. അല്ലാഹു നിന്നെ കളിയാക്കി കളയുന്ന ചെറുപ്പക്കാരാ. ഒന്നുമില്ലാതെ റബ്ബിനെ കളിയാക്കിയവര് നിന്നെ അല്ലാഹു കളിയാക്കുമടാ. ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ ചത്തുപോകുന്ന രംഗമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ടാണ് വാപ്പ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് തന്റെ മകനോട് പറയുകയാണ്, മോനെ, ഏതു പ്രയാസമുള്ള സമയത്തും നീ നല്ലതുപോലെ വേണം ഒതുവെടുക്കാൻ. ചിലപ്പോൾ വല്ലാത്ത തണുപ്പായിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് റബ്ബേ കോച്ചി പിടിക്കുന്ന തണുപ്പിന്റെ സമയത്ത് പച്ചവെള്ളത്തിൽ ഒതുവെടുക്കാൻ നിനക്ക് ചിലപ്പോ മടിയായിരിക്കാം. ആ സമയത്താ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആ സമയത്ത് നീ സൂക്ഷിച്ചു ഒതുവെടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഞാനും നിങ്ങളും പള്ളിപ്പറമ്പിൽ നിന്ന് കബറ് പൊളിച്ചട്ടി എഴുതേക്ക് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ നഗ്നരായിട്ട് തലതാറ്റി പിടിച്ചിട്ട് ജനങ്ങൾ മുഴുവനും കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇതൊന്നും കഥയല്ലല്ലോ, ഇതൊന്നും കഥയല്ലല്ലോ, ഇതെല്ലാം നടക്കാൻ പോകുന്ന കാര്യമാണല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്നതാണല്ലോ. അല്ലാഹുവേ, നാളെയതാ ഖബറിന്റെ അകത്ത് നിന്ന് മലക്കുകൾ മുഴുവനും അതാ ആത്മാടുകളെ അതാ മൃഗങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ എല്ലാവരെയും നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുമല്ലോ. അത് ഭയാനകമായ ഒരു ദിവസമാണല്ലോ. നഫ്സി നഫ്സി യാ വൈലതാ യാ ഖസ്റതാ എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയിട്ട് ജനങ്ങൾ മുഴുവനും ഓടുന്ന ദിവസമുണ്ടല്ലോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനും നിങ്ങളും വിയർക്കുമാണ്, പലരും ഇരുന്ന് തുടയ്ക്കുകയാണ്. പെങ്ങളെ, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. അല്ലാഹുവേ, അല്ലാഹുവേ, കുട്ടുവരവരെ നെഞ്ചുവരെ കടിച്ചുവരെ വിയർപ്പിന്റെ അകത്ത് ജനങ്ങൾ ഇങ്ങനെ മുങ്ങുന്ന ദിവസമാ. അന്ന് തിളയ്ക്കുമടാ ചെറുപ്പക്കാരാ. മോനെ, വീടിന്റെ അകത്ത് വെള്ളം തിളപ്പിക്കുമ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് അരി ഇങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ തലച്ചോറ് തിളയ്ക്കുമടി പൊന്നുമോളെ. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ.
ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കള് തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളവണ്ടി കണ്ടിട്ടുണ്ടോ? മൃഗങ്ങൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ മൂക്കിലൂടെ വായിലൂടെ ഇള ഇങ്ങനെ വലിക്കുന്നത് പോലെ നാളെ ഒരു ദിവസം അങ്ങനെ വരാനുണ്ട്. അല്ലാഹുവിന്റെ അർശല്ലാതെ മറ്റൊരു തണലില്ല. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയുള്ള തണലല്ലാതെ ഒരു തണലുമില്ല. ആ തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് സൂക്ഷ്മതയോടുകൂടി ഒന്നുപെടുത്ത വാപ്പാ അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു നിനക്കൊരു ഇടം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഒന്നും നിസ്സാരമല്ല. ഈമാനുള്ള ഒരാളെ കാണണോ? നിസ്കാര തടമ്പോ താടിയോ ഹജ്ജോ ഉംറയോ ഒന്നുമല്ല. ഈമാനുള്ള ഒരു മനുഷ്യനെ നിനക്ക് കാണണോ? അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെല്ലൂ. അതിന്റെ കരയിൽ പോയി നിൽക്കൂ. സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യന് സമാധാനത്തോടുകൂടി എടുക്കുന്നത് കണ്ടാൽ ആ മനുഷ്യൻ ഈമാനുള്ളതിന്റെ അടയാളമാ. പള്ളിയിൽ പോ. നാളെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ തഴമ്പും താടിയല്ല നോക്കേണ്ടത്. ഹൗദിന്റെ കരയിൽ നിന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒളിവെടുക്കുന്നത് കണ്ടാ നീ മനസ്സിലാക്കണം അവൻ ഈമാനുണ്ടെന്ന്. മഹാനായ ഇമാമുന ഗസ്സാലി തങ്ങൾ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വാപ്പ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം ഒളിവെട് നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഒളിവെടുക്കണം. ഒളിവിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു നല്ലതുപോലെ എടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നല്ലതുപോലെ ഒളിവെടുക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നിട്ട് വാപ്പ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? സല്ലി സ്വലാത ലാ തറാ അന്നക തുസല്ലി ബഅദഹാ. എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ വെറുതെ നിസ്കരിച്ചാ പോരാ. എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? അന്നക തുസല്ലി ബഅദഹാ. ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം. ഇനി ചാൻസ് ഇല്ലട. അടുത്ത വക്തിന് നിന്റെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ അല്ലാഹുവേ നിസ്കരിക്കാൻ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുകയാ, എന്തേ കാരണം വാപ്പാ? എന്തേ കാരണം ചെറുപ്പക്കാരാ? ഇന്ന് വരെ നീ ഇങ്ങനെ നിന്റെ മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ പോകാൻ ഒറ്റ വക്ത് മതി. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാം. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ സലാമിട്ടുമ്പോ നിങ്ങളെല്ലാവരും ഇശാ നമസ്കരിച്ചവരാ. നിങ്ങളെല്ലാവരും ഇശാ നമസ്കരിച്ചവരാ. ഈശാ നമസ്കരിച്ച നിങ്ങള് ചിലര് സ്വർഗത്തിലാണ്, ചിലര് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളിൽ പലരും സ്വർഗത്തിന്റെ അവകാശികളാണ്, എങ്കിലും പലരും നരകത്തിന്റെ അവകാശിയാണ്. ഒരൊറ്റ വഖത്ത് നമസ്കാരം കഴിഞ്ഞു മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നുകിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ. എന്റെ പ്രിയമുള്ളവരെ, വെറുതെ പറഞ്ഞതല്ല. എല്ലാവരും പറയാറുണ്ട്, ഉസ്താദ് നമസ്കരിക്കാൻ കൈകെട്ടിയ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ
ഇടതുഭാഗത്ത് ഇബ്ലീസ് കടന്നു വരികയാണ്. ഇബ്ലീസ് കടന്നു വരികയാണ്. പഴയ കാര്യങ്ങൾ മുഴുവനും ചെവിയിൽ പറഞ്ഞു തരികയാണ്. മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? നമസ്കാരത്തിൽ നിന്ന് നിന്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി. ആ സമയത്ത് വലതുഭാഗത്തൊരു മലക്ക് നിൽക്കുന്നുണ്ട്. മലക്ക് പറയുന്നു, മനുഷ്യ, നീ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എന്തു പറഞ്ഞിട്ടാ നിൽക്കുന്നതെന്നറിയുമോ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, അല്ലാഹുവേ സർവ്വതും നിനക്കുള്ളതാണെന്ന് വാക്ക് പറഞ്ഞിട്ട് നീ നിൽക്കുകയാണ്. ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. ആ ഓർമ്മ നിനക്ക് വേണം. നീ പടച്ചവന്റെ മുന്നിലാ നിൽക്കുന്നത്. ഇബ്ലീസ് പറയുന്നത് കേൾക്കല്ലോ, അവന്റെ കൂടെ കൂടല്ലോ, അവൻ പാപം കാണിക്കല്ലോ, വികാരം കാണിക്കല്ലോ. ഭയഭക്തിയോടുകൂടി നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. മോനെ, നമസ്കാരത്തിന്റെ റുക്കൂ ഉണ്ടല്ലോ, നമസ്കാരത്തിന്റെ സുജൂദുണ്ടല്ലോ. കാക്ക കുത്തുന്നത് പോലെ കുത്തികെട്ടോടാറുള്ളതല്ല, കുത്തികെട്ടോടാറുള്ളതല്ല. മോനെ, സുജൂദുണ്ടല്ലോ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ സുജൂദ് ദീർഘിപ്പിക്കണേ. സുജൂദ് ചെയ്യാ പലർക്കും മടിയാണ്. അല്ലാഹുവേ, ചെറിയ ഒരു രോഗത്തിന്റെ പേരിൽ സുജൂദ് ചെയ്യാൻ മടിക്കുന്ന വാപ്പാ, നിനക്കതിന്റെ മഹത്വമറിഞ്ഞിരുന്നെങ്കിലോ നീ കസേരയിലിരിക്കൂല, നീ കസേരയിലിരിക്കൂല. സുജൂദ് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയാത്തത് കൊണ്ടാ ഒരു ചെറിയ വേദനയുടെ പേരിൽ നീ കസേരയിടുന്നത്. അല്ലാഹുവേ, അനുസൃതങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ എല്ലാ പാപങ്ങളും അവന്റെ തലയുടെ മുകളിൽ വരികയാ. ചെയ്ത എല്ലാ പാപങ്ങളും തലയുടെ മുകളിൽ വരികയാണ്. സുജൂദിൽ കിടക്കുന്ന സമയത്ത് മരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവസാനം സലാം വീട്ടി കഴിയുമ്പോ മലക്കങ്ങ് കെട്ടിപ്പിടിക്കുന്നു, സിറാജേ, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവനാ. നീ പൊക്കോ, മരിച്ചാ സ്വർഗമാ. പോടാ സിറാജ്, നീ മരിച്ചാ സ്വർഗമാടാ. കെട്ടിപ്പിടിച്ച് മലക്കുകൾ സലാം പറഞ്ഞു പള്ളിയിൽ നിന്ന് യാത്രയാക്കുകയാ. നമസ്കാരത്തിൽ കളിച്ച മോനെ, ധിക്കാരം കാണിച്ച ചെറുപ്പക്കാരാ, മലക്കു പറയുന്നു, എടാ നശിച്ചവരെ, എടാ നഷ്ടവാളി, എടാ പരാജയപ്പെട്ടവര്, അല്ലാഹുവിന്റെ സ്വർഗം വെറുതെ കളഞ്ഞല്ലോടാ. നരകത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതിയിട്ടുണ്ട്. മോനെ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചാ നീ നരകത്തിലാണ് മോനെ. അതാ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വാപ്പ മകനോട് വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരാ, കളിക്കല്ലേടാ മോനെ, നിനക്കത് കളി കാണിക്കേണ്ട സമയമല്ല. ഒരൊറ്റ നിസ്കാരം അത് സ്വർഗത്തിൽ പോകാം. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അങ്ങനെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു വഖത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരൊറ്റ വഖത്ത് നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചാൽ മതി. എന്താ ഇന്ന് പഠിച്ചവനെ കസേര നിസ്കാരം, കസേര കളി എന്നൊക്കെ പറയുന്ന പോലെ കസേര നിസ്കാരമാ. ഓരോ പള്ളിക്കകത്ത് കസേര അടുക്കിയിട്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.